മൗലിദ് എന്ന പേരിൽ ഇന്ന് നമ്മൾ എന്തിനാണോ വിവരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള മൗലിദ് പുതുതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും നബിയുടെ ജന്മവേളയിലുണ്ടായ സംഗതികളും നബിയുടെ വളർച്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് പ്രത്യേകം ക്രോഡീകരിച്ചുകൊണ്ട് ചൊല്ലുന്നതും പാടുന്നതും ആണ് സാധാരണ നമ്മൾ മൗലിദ് എന്ന് പറയാം. മൗലിദുൻ നബി എന്ന പേരിൽ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നാണ് ഈ വാക്ക് നമ്മുടെ മൗലിദിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെ വരട്ടെ, മൗലിദ് എന്ന പേരിൽ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന സംഗതി എന്നുണ്ടായി? പുതുതായി ഉണ്ടായതാണെങ്കിലും ഇതെന്നുണ്ടായി, ഉണ്ടായ കാലത്ത് ഏത് രീതിയിൽ എന്നു നിജമായി ആരും വ്യക്തമാക്കി കാണുന്നില്ല. താബിഉകളിൽ പ്രമുഖരുടെ ചിലരുടെ വാക്കിൽ മൗലിദ് എന്ന് പ്രയോഗിച്ച് കാണുന്നുണ്ട്, അമലുൽ മൗലിദ് എന്നും പ്രയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ മൗലിദിൻ്റെ പ്രവൃത്തി മൗലിദ് എന്ന പേരിൽ തന്നെ ഒരു കർമ്മം താബിഈങ്ങളിൽ പലരുടെയും കാലത്തുണ്ട് എന്ന് ഈ ഉദ്ധരണികൾ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ ജനകീയമായി ഇത് മാറിയത് ചരിത്രം വ്യക്തമാക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി ഇർബൽ പ്രദേശം ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയായ അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂഖ്ബരി എന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ് ജനകീയമായ രീതിയിൽ ഇന്നു നാം നടത്തി വരുന്ന രീതിയിലുള്ള മൗലിദിൻ്റെ ഏതാണ്ട് മാതൃകയിൽ ലോകത്ത് പ്രസിദ്ധമായ മൗലിദ് ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ മൗലിദ് ഉണ്ടാക്കിയ ഒരാളായി വിവരിക്കപ്പെടുന്നയാൾ സ്വാഹിബ് ഇർബുൽ രാജ്യം ഭരിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ വളരെ സുന്ദരമായി നമ്മുടെ മഹാത്മാക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഹിജ്റ 604 അദ്ദേഹത്തിന് മൗലിദ് എന്ന ഗ്രന്ഥം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഗ്രന്ഥം രചിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് വന്നാൽ 600കളിൽ തന്നെ അല്ലെങ്കിൽ 500കളുടെ അവസാനത്തിൽ അദ്ദേഹം മൗലിദുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം ഭരിക്കുന്ന ഇർബുൽ പ്രദേശത്തിലൂടെ ഇബ്നു ദിഹിയത്തൽ കലബി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതനെ വളരെയധികം ചരിത്രകാരന്മാർ വാഴ്ത്തുന്നുണ്ട്. ഇബ്നു ഖല്ലിക്കാൻ വളരെ മുന്തിയ പണ്ഡിതനെന്നും വളരെ ഓർമ്മശക്തിയുള്ളയാളെന്നും ഹദീസ് പണ്ഡിതനെന്നും സകല ഫന്നുകളിലും പ്രഗത്ഭനെന്നുമൊക്കെ വാഴ്ത്തുന്ന അദ്ദേഹം ഇർബുൽ പ്രദേശത്തിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ മൗലിദിലുള്ള സംഗതികളും മൗലിദുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പ്രശസ്തിയും പേരും അദ്ദേഹത്തിൻ്റെ നടപടികളും വമ്പിച്ച ജനകീയമായ രീതിയിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും കണ്ടുകൊണ്ടാണ് ആ മൗലിദിൽ ഉപയോഗപ്പെടുത്താൻ അത്തൻവീർ ഫി മൗലിദി സിറാജിൽ മുനീർ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് ഇബ്നു ദഹിയ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇബ്നു ദഹിയ ഈ മൗലിദ് ഉണ്ടാക്കി കൊടുക്കുന്നത് 604 സഞ്ചരിക്കുമ്പോഴാണെങ്കിൽ അത് സ്വാഹിബ് ഇർബുൽ എന്ന അൽ മലിക്കുൽ മുളഫറിൻ്റെ മൗലിദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ടിട്ടാണെങ്കിൽ ഹിജ്റ 500കളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഈ മൗലിദ് വലിയ ജോറിൽ തന്നെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ടാകണം എന്ന് ചരിത്ര നിരൂപകന്മാരൊക്കെയും മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ പ്രവേശിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ രാജകീയ മൗലിദ് ഈ ദുന്യാവിൽ നടന്നു വരുന്നുണ്ട്. രാജകീയമായി തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നു വരുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു വിശുദ്ധനായി നല്ല ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഭരണകർത്താക്കളിൽ വെച്ച് നല്ല ഭരണകർത്താക്കളുടെ പട്ടികയിൽ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ അത് സംഗതി ശരി, ഞാനത് തീർച്ചയായും ഉറപ്പിക്കുന്നു, അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടയാളായി സലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രം വാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ പെങ്ങളെ സ്വാഹിബ് ഇർബിലിന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ, വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ദീനീ ചിട്ടയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും രാജാവിൻ്റെ ദീനീ ഭക്തിയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന വസ്തുതയാണ്. അപ്പം നല്ല ഒരു രാജാവ്
പണ്ഡിതന്മാരെയും ഫുഖഹായിനെയും സാധുക്കളെയും നല്ല മനുഷ്യന്മാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു രാജാവ്. ആർഭാടപൂർവ്വം മൗലിദ് കഴിക്കുമ്പോൾ 5 ദിർഹം മാത്രം വിലയുള്ള വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതായി ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട്. കോടാനുകോടി ദീനാറുകൾ അദ്ദേഹം അതിന് ചെലവഴിച്ചു. ഈ ഒരു മൗലിദ് ഇബ്നു ദഹിയ രചിച്ചതിന് അദ്ദേഹം കൊടുത്തത് 10,000 സ്വർണ്ണ നാണയമാണ്. 10,000 സ്വർണ്ണ നാണയം, ഒരു 600 പവൻ ഉണ്ടാവും. ഒരു 10-600 പവൻ പൊന്ന് ഈ ഒരു മൗലിദ് രചിച്ചതിന് വേണ്ടി സമ്മാനം കൊടുത്ത രാജാവ്. ധാരാളം ദീനാറുകൾ ഒരു വർഷത്തെ മൗലിദിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ്. ഈ മൗലിദുമായി ബന്ധപ്പെട്ട് മൗലിദിൻ്റെ മാസത്തിൽ സദക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ ഉടുപുടവകളിലോ വസ്ത്രധാരണത്തിലോ അമിതത്വം കാണിച്ചിട്ടില്ല. വളരെ ലളിതമായി ഭക്ത്യാർന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു മഹാനവകൾ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെയും ഭാര്യ പറയുന്ന 5 ദിർഹമിൻ്റെ ഷർട്ട് കുറച്ച് വില പിടിച്ചോക്കെ രാജാവ് എന്നുള്ളതിൽ കിട്ടാലേ അതല്ലേ മനുഷ്യന്മാർക്ക് കാണാൻ കുറച്ച് നല്ലത് എന്ന് ഭാര്യ പറയുമ്പോൾ, ഇതെൻ്റെ ശരീരത്തിൽ ധരിക്കാനല്ലേ, 5 ദിർഹം ഞാൻ ധരിക്കുമ്പോൾ 10,000 ദിർഹം സാധുക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സാധുക്കളെ നല്ലപോലെ പിരിശം വെച്ചിരുന്ന ഒരു രാജാവായി അദ്ദേഹം പ്രതികരിച്ചതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവരിക്കുന്ന ഒരു രാജാവിന് ഒരു വലിയ പണ്ഡിതനുണ്ടായി കൊടുത്ത മൗലിദ് ഇബ്നു ഖല്ലിക്കാൻ തന്നെ പറയുന്നു, ഹിജറ 626 6 സദസ്സുകളിൽ വെച്ച് ഞാൻ ആ മൗലിദ് കേട്ടിട്ടുണ്ട് എന്ന്. അപ്പം 6 സദസ്സുകൾ അദ്ദേഹം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഈ മൗലിദിനെ അധികരിച്ചുകൊണ്ട് അന്ന് ഗംഭീരമായ ഇർബുലിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ രാജകീയ പ്രൗഢിയിൽ തന്നെ ഇതിനെ വ്യാപകമായി നടത്തുകയായിരുന്നു രാജാവ് എന്ന് മനസ്സിലാക്കാം. ആ രാജാവിൻ്റെ കാലത്ത് ഇത് ഇത്ര ഗംഭീരമായി ഇന്ന് നാം കാണുന്ന രീതിയിൽ അന്നതിൽ പങ്കെടുത്ത ആളുകൾ അതിൻ്റെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ കോഴിയുടെ തലയുടെ എണ്ണം, ആടിൻ്റെ കുറകിൻ്റെ എണ്ണം, ഇതൊക്കെ വിവരിക്കുന്നത് കേട്ടാൽ 10,000ങ്ങളുടെ കണക്കാണ്. 10,000ങ്ങളുടെ കണക്ക്, ലക്ഷക്കണക്കിന് പണങ്ങളുടെ കണക്ക്. ഈ ദിർഹമുകളെല്ലാം ചെലവഴിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്. ഈ മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്ന രീതിയിൽ ഗംഭീരമായി ജനകീയമായി രാജകീയമായി നടക്കുന്നൊരു മൗലിദ് എന്ന നിലയ്ക്ക് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇതറിയാതിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി എന്താണ്? ഇങ്ങനെ ഒരു സംഭവം പുതുതായി വരുമ്പോൾ അതിൻ്റെ നിയമം എന്താണ്? ഇസ്ലാമികമായി ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അതല്ല ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതാണോ എന്ന് അന്നത്തെ പണ്ഡിതന്മാർ തീർച്ചയായും ചിന്തിച്ചിട്ടുമുണ്ട്. അന്നു തൊട്ടിന്ന് വരെയും കഴിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജകീയമായി ജനകീയമായി കഴിഞ്ഞ ഈ മൗലിദിൻ്റെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും പല വിധേന വിധി പ്രഖ്യാപിച്ചെന്ന് വരാം. പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനവി ജനിക്കുന്നത് 600കളിലാണ്, ഹിജറ 630കളിൽ. ഹിജറ 630കളിൽ ജനിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട്. അപ്പോൾ രാജകീയമായ ഈ മൗലിദിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവര്യരാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഫിഈ പണ്ഡിതൻ. ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവവിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. ഇമാം നവവി മുദരിസായി താമസിച്ച, ഇൽമു പകർന്നുകൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തൻ്റെ മുൻഗാമിയും തൻ്റെ ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ. അബൂ ഷാമ റളിയല്ലാഹു അൻഹു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, "ഓമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിന മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലി യൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം." നബി തങ്ങളുടെ ജനനനാളുമായി ബന്ധപ്പെട്ട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദ് പരിപാടികളുണ്ടല്ലോ, അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ, പുതിയ നടപടികളിൽ, പുതിയ മാതൃകകളിൽ, സമ്പ്രദായങ്ങളിൽ, വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർന്നതിലും പെട്ടതാണ്. മിന സ്വദഖാത്ത് വൽ മഅറൂഫ് വഇൽഹാരി സീന വസ്സുറൂർ. നബിദിനം പ്രമാണിച്ച്, നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു, നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു, ഭക്ഷണാദികളായും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇലൽ ഫുഖറാ വസ്സുറൂർ ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ
മുശ്ഇറും ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക്. ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് സാധാരണക്കാരായ നല്ല നല്ല സാധുക്കൾക്കും നിർധനർക്കും സഹായിക്കുക എന്ന നല്ല കാര്യങ്ങൾ ഇതിലുള്ളതിൻ്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക, നബിയെ പിരിശം വെക്കുക, നബിയെ മഹത്വപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട്. വശുക്രില്ലാഹി തആല അലാ മാ ബിഹി മിൻ ഈജാദ് റസൂലിഹി അല്ലദീ അർസലഹു റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്ക് കരുണയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി അല്ലാഹു തആല സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ അല്ലാമ അബൂ ശാമ വിവരിക്കുന്നത് സാധാരണ ഒരു ഗ്രന്ഥത്തിലല്ല. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ്. സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു വന്ന അനാചാരങ്ങളെയും വേണ്ടാത്തരങ്ങളെയും എതിരെ പ്രതികരിക്കുന്ന ഗന്ധം, ജനങ്ങൾക്കതിന് പ്രചോദനം നൽകുന്ന ഗന്ധം, ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗന്ധം എന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിൻ്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂ ശാമ ഇത് വിവരിക്കുന്നത്. ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിദ് എന്ന നല്ല നടപടി. അതേറ്റവും മുന്തിയ ബിദ്അത്താകുന്നു എന്ന് അല്ലാമ അബൂ ശാമ പ്രഖ്യാപിച്ചയിടം മുതൽക്ക് ശാഫിഈ മദ്ഹബിലെ ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിദ് പരിപാടി ഇതിലും ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്നു തൊട്ട് സമൂഹത്തിൽ നടന്നു വരുന്ന ശിർഖം വഗർബൻ, കിഴക്കും പടിഞ്ഞാറും ലോകത്താസകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ച ഒരഭിപ്രായം, ശരയിന് പറ്റാത്ത ഒരഭിപ്രായം ശാഫിഈ മദ്ഹബിൽ ഒരു പണ്ഡിതൻ്റേതുമില്ല. ഇപ്പം ശാഫിഈ മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ ഇത് ഏറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സത്കർമ്മങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ മുഴുവൻ വിധിയെഴുതിയത്. അല്ലാമ അബൂ ശാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവരുദ്ധരിക്കുന്ന ആളുകൾ, ഇത് വല്ലാത്തൊരു അതിശയാണ്. സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ, ശാഫിഈ മദ്ഹബുകാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗലിദുമായി ബന്ധപ്പെട്ടുള്ള ഫത്വക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഇതെന്തോ യാദൃച്ഛികമാണെങ്കിലും രസകരമായ ഒരു അനുഭവമാണ്. അല്ലാമ അബൂ ശാമയെ എല്ലാ ബിദ്അത്തുകൾ പറയുമ്പോഴും അതിൻ്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂ ശാമ. അബൂ ശാമ പറയുന്നു എന്ന് ഒരുപാട് ബിദ്അത്തുകളെ കുറിച്ച് പുതിയ വാദികൾ, പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. ഈ അബൂ ശാമയാണ് ബിദ്അത്തുകളെ നിയന്ത്രിക്കുന്നതും ബിദ്അത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നതും തൻ്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും നല്ല മുന്തിയ ബിദ്അത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിദാചാരത്തെക്കുറിച്ചും മൗലിദ് കർമ്മത്തെക്കുറിച്ചും വിവരിക്കുന്നത്.